അതിരപ്പിള്ളയിൽ പ്ലാന്റേഷൻ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. വൈദ്യുത വേലി നിർമ്മാണം പൂർത്തിയാകാത്ത ഇടത്തുകൂടിയാണ് കാട്ടാനകൾ കയറിയത്. വിശദവിവരങ്ങളുമായി MS ലിഷോയ് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇത് പതിവായി ഇവിടങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതാണ്. നിലവിൽ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? വനം വകുപ്പ് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? അതായത് ഈ മേഖലയിൽ പുഴ കടന്ന് കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന ഒരു മേഖല കൂടിയാണ്. പക്ഷേ കുറച്ച് നാളുകളായി ഇവിടെയെല്ലാം തന്നെ സോളാർ വേലി നിർമ്മിക്കുന്നതിന് വേണ്ടി, വൈദ്യുത വേലി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ജോലികളും നടക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും അതിൻ്റെ ജോലികൾ പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഈ വൈദ്യുത വേലി പൂർത്തിയാകാത്ത ഇടത്തുകൂടി ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ഇവിടെ പതിവായൊരു കാഴ്ചയാണ്. ഇതിനെതിരെ വനം വകുപ്പും അതുപോലെ തന്നെ അവിടുത്തെ ജനകീയ സമിതിയും ഒക്കെ തന്നെ ആനകളെ അവിടെ നിന്നും ഓടിക്കാനായുള്ള ശ്രമങ്ങളൊക്കെ തന്നെ സ്ഥിരമായി നടത്താറുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ എണ്ണപ്പനത്തോട്ടത്തിൽ കൂട്ടമായി എത്തിയ കാട്ടാനകൾ അതിനുള്ളിൽ തന്നെ നിലയുറപ്പിക്കുകയും ഈ എണ്ണപ്പന മറിച്ചിട്ട എണ്ണപ്പന തിന്നാനായി അവിടെ കൂട്ടമായി നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ നേരെ തൊട്ടടുത്ത് തന്നെ പ്രധാന റോഡാണ്, അതിരപ്പിള്ളിയിലേക്കുള്ള പ്രധാന റോഡാണ്. അത് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് ആനകൾ കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എടുക്കുന്നത്. എന്തായാലും പക്ഷേ ഇവിടെ ഒരു ശാശ്വത പരിഹാരം ആയിട്ടില്ല. സ്ഥിരമായി ഇത്തരത്തിലൊരു ആനകൾ ഇറങ്ങുന്ന സ്ഥലമായതിനാൽ തന്നെ അവിടെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആളുകൾ ഉള്ളത്. പക്ഷേ ഈ വേലിയുടെ നിർമ്മാണം കൃത്യമായി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന ആവശ്യമാണ് അവിടുത്തെ എന്തായാലും ഉന്നയിക്കുന്നത്. ശരി, MS ലിഷോയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ